ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. നിയമസഭാ ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. പ്രമുഖ സ്ഥാനാർത്ഥികൾ വോട്ട് രേഖപ്പെടുത്തി. പോളിംഗ് ശതമാനത്തിൽ കണ്ണുനട്ട് മുന്നണികൾ. ഗ്രന്ഥശാല പ്രസ്ഥാനം ലോകത്തിന് മാതൃകയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വായനയിലൂടെ മാത്രമേ ലോകത്തെ വിശാലമായി വീക്ഷിക്കാനും സന്തോഷവും സമാധാനവും കൈവരിക്കാനും സാധിക്കൂവെന്നും മുഖ്യമന്ത്രി. ജില്ലാ അടിസ്ഥാനത്തിൽ സ്കൂൾ പഠന മികവ് വിലയിരുത്തുന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ സൂചികയിൽ കേരളത്തിന് നേട്ടം. ഇറാനിലെ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കുന്നതിനുള്ള ഓപ്പറേഷൻ സിന്ധു തുടരും. തിരികെ എത്തിക്കണമെന്നാവശ്യപ്പെട്ടുള്ള 350-ലധികം അഭ്യർത്ഥനകൾ ലഭിച്ചിട്ടുണ്ടെന്ന് വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യയ്ക്കെതിരെ നാളെ ആരംഭിക്കുന്ന 1-ാം ക്രിക്കറ്റ് ടെസ്റ്റിനുള്ള ഇംഗ്ലണ്ട് ടീമിനെ പ്രഖ്യാപിച്ചു. വാർത്തകൾ വിശദമായി. നിയമസഭാ ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂർ മണ്ഡലത്തിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. രാവിലെ 7-ന് ആരംഭിച്ച പോളിംഗ് വൈകിട്ട് 6 വരെ നീളും. LDF സ്ഥാനാർത്ഥി M. സ്വരാജ് മാങ്കുത്ത് LP സ്കൂളിലും UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് വീട്ടിക്കുത്ത് ഗവൺമെന്റ് LP സ്കൂളിലും വോട്ട് രേഖപ്പെടുത്തി. NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. തത്സമയ വിവരങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു ചേരുന്നു. സുരേഷ്, പകുതി സമയം പിന്നിടുമ്പോൾ പോളിംഗ് എങ്ങനെ പുരോഗമിക്കുന്നു? രാവിലെ ബൂത്തുകളിൽ ദൃശ്യമായ ആവേശം അതേപടി തുടരുകയാണോ? പോളിംഗ് തുടങ്ങി 5 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഔദ്യോഗിക കണക്കനുസരിച്ച് പോളിംഗ് ശതമാനം 40-ലേക്ക് എത്തുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. അതായത് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ മൊത്തം വോട്ടർമാരുടെ 40% വോട്ട് രേഖപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 90,000-ഓളം വോട്ടുകൾ പെട്ടിയിലായി കഴിഞ്ഞു. ഒരുപക്ഷെ നമ്മുടെ ഈ ആകാശവാണിയുടെ വാർത്താ ബുള്ളറ്റിൻ കഴിയുമ്പോഴേക്കും അത് 1 ലക്ഷം കടക്കുമെന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് മികച്ച രീതിയിലുള്ള ഒരു പോളിംഗ് ഇത്തവണ നിലമ്പൂരിൽ നടക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. എല്ലാ പഞ്ചായത്തുകളിലും 7 ഗ്രാമപഞ്ചായത്തുകളാണ് നിലമ്പൂരിലുള്ളത്. ഒരു മുനിസിപ്പാലിറ്റി, അതായത് നിലമ്പൂർ മുനിസിപ്പാലിറ്റി. ഇവിടങ്ങളിലെല്ലാം തന്നെ കനത്ത രീതിയിൽ പോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലായിടങ്ങളിലും വോട്ടർമാരുടെ നീണ്ട ക്യൂ ഉണ്ട്. മഴയുടെ കനത്ത മഴ എല്ലായിടങ്ങളിലും ലഭിക്കുന്നുണ്ട് രാവിലെ മുതൽ തന്നെ. എങ്കിലും അതിനൊന്നും തന്നെ വകവയ്ക്കാതെ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ വേണ്ടി സ്ഥാനാർത്ഥികൾ തങ്ങളുടെ മനസ്സിലുള്ള സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി ജനങ്ങൾ കൂട്ടത്തോടുകൂടി പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തുന്ന ഒരു കാഴ്ച നിലമ്പൂരിൽ നൽകാൻ കഴിയും. സുരേഷ്, കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് പോളിംഗ് ശതമാനം കൂടാനുള്ള സാധ്യതയുണ്ടോ? പോളിംഗ് ശതമാനവുമായി ബന്ധപ്പെട്ട മുന്നണികളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ തവണ 75.23 അതായിരുന്നു പോളിംഗ് കണക്ക് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ആ പോളിംഗ് ശതമാനമോ അല്ലെങ്കിൽ അതിലേക്ക് മുകളിലേക്കോ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പോളിംഗ് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ 5 മണിക്കൂർ മാത്രമാണ് പൂർത്തിയായത്. ഇനിയും ഏതാണ്ട് ഇത്രയും സമയം ബാക്കി കിടക്കുകയാണ്. അതിനുള്ളിൽ തന്നെ മിക്ക വിദൂര പ്രദേശങ്ങളിൽ നിന്ന് നിലമ്പൂരിന്റെ ഒരു ഭൂപ്രകൃതി അനുസരിച്ച് കാടുകളിലും മറ്റും തന്നെ മലയോര മേഖലയിലെല്ലാം തന്നെ ധാരാളം വോട്ടർമാരുണ്ട്. മഴ ഒരു തടസ്സമാണ്. അതുകൊണ്ട് ഒരു പക്ഷേ ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണമെല്ലാം കഴിഞ്ഞ് മഴ ഒന്ന് ശമിച്ച ശേഷം വോട്ടിന് ഇറങ്ങാമെന്നുള്ള കണക്കുകൂട്ടൽ ധാരാളം പേരുണ്ടാവും. ആ രീതിയിൽ അതാണ് ട്രെൻഡെങ്കിൽ, ഈ രാവിലത്തെ 5 മണിക്കൂർ നേരത്തെ ട്രെൻഡ് ഒരു ശരിയായ ട്രെൻഡായി നമുക്ക് എടുക്കാൻ കഴിയുമെങ്കിൽ നിലമ്പൂരിൽ പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തെ 75.23 എന്ന പോളിംഗ് ശതമാനം മറികടക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ഉയർന്ന പോളിംഗിനെ വളരെ ശുഭപ്രതീക്ഷയോടുകൂടിയാണ് സ്ഥാനാർത്ഥികൾ കാണുന്നത്. അനുകൂലമായുള്ള ഒരു ട്രെൻഡായാണ് ഇതിനെ വിലയിരുത്തുന്നത്. ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന 3 സംസ്ഥാനങ്ങളിലെ 4 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പും പുരോഗമിക്കുകയാണ്. ഗുജറാത്തിൽ വിസാവദർ മണ്ഡലത്തിൽ 28%-ലധികം പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ കാടി നിയമസഭാ മണ്ഡലത്തിൽ 24%-ലധികം പോളിംഗ് രേഖപ്പെടുത്തി. പഞ്ചാബിലെ ലുധിയാനയിൽ 21%-വും പശ്ചിമബംഗാളിലെ കാളിഗഞ്ചിൽ 31%-വും പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ തിങ്കളാഴ്ച നടക്കും. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങൾ ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആ പാരമ്പര്യം കാത്തുസൂക്ഷിക്കാൻ കേരളത്തിനായതായും മുഖ്യമന്ത്രി പറഞ്ഞു. PN പണിക്കർ ഫൌണ്ടേഷൻ സംഘടിപ്പിക്കുന്ന വായനാ ദിന മാസാഘോഷം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. വായനയിലൂടെ മാത്രമേ ലോകത്തെ വിശാലമായി വീക്ഷിക്കാനും ലോകത്ത് സന്തോഷവും സമാധാനവും കൈവരിക്കാനും സാധിക്കൂവെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ലോകത്തെ വിശാലമായ കാഴ്ചപ്പാടിലൂടെ കാണാനും അതിലൂടെ സകല മനുഷ്യരെയും സഹോദരന്മാരായി കാണാനും നമുക്ക് കഴിയുക, അതൊക്കെ വായനയുടെ ഭാഗമായി സമ്പാദിക്കാൻ കഴിയുന്നതാണ്. വായനയിലൂടെ ഓരോ ആൾക്കും കൈവരുന്ന ബോധമുണ്ട്. അത് കൊള്ളേണ്ടതിനെ കൊള്ളുക, തള്ളേണ്ടതിനെ തള്ളുക. ലോകത്ത്
യുദ്ധങ്ങളും സംഘർഷങ്ങളും ഒഴിവാക്കാൻ, സമാധാനം പുലരാൻ, സമൂഹത്തിനാകെ ഗുണകരമാകാൻ ഇത് വഴിവെക്കും. മന്ത്രി വി ശിവൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാടിസ്ഥാനത്തിൽ സ്കൂൾ പഠന മികവ് വിലയിരുത്താനുള്ള കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പെർഫോമൻസ് ഗ്രേഡിംഗ് ഇൻഡെക്സ് ഫോർ ഡിസ്ട്രിക്ട്സിൽ കേരളത്തിന് മികച്ച നേട്ടം. രാജ്യത്തെ ഏറ്റവും മുൻനിരയിലുള്ള 41 ജില്ലകളിൽ 13 കേരളത്തിൽ നിന്നാണ്. ഇറാനിൽ നിന്നും ഒഴിപ്പിച്ച ഇന്ത്യക്കാരുമായുള്ള ആദ്യ വിമാനം ദില്ലിയിലെത്തി. 110 പേരിൽ 90 പേരും ജമ്മുകശ്മീർ സ്വദേശികളാണ്. ആദ്യ സംഘത്തിൽ മലയാളികളില്ലെന്നാണ് സൂചന. ടെഹ്റാനിലെ മലയാളി വിദ്യാർത്ഥികളുമായി ഇന്ത്യൻ എംബസി ബന്ധം പുലർത്തിവരുന്നു. ഇറാനിൽ നിന്ന് തിരികെ എത്തിക്കണമെന്നാവശ്യപ്പെട്ടുള്ള 350-ലധികം അഭ്യർത്ഥനകൾ ഇന്ത്യൻ പൌരന്മാരിൽ നിന്ന് സർക്കാരിന് ലഭിച്ചിട്ടുണ്ടെന്ന് വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് ഇന്നും വിവിധ ജില്ലകളിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കുട്ടനാട് താലൂക്ക് പരിധിയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പത്തനംതിട്ട ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പായി പ്രവർത്തിക്കുന്ന മെപ്രാൽ ഗവൺമെന്റ് സെന്റ് ജോൺസ് LP സ്കൂളിനും ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് ഇതുവരെ 104 വീടുകൾ പൂർണ്ണമായും 3772 വീടുകൾ ഭാഗികമായും തകർന്നു. 26 ക്യാമ്പുകളിലായി 451 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. പത്തനംതിട്ടയിൽ പാടശേഖരത്തിലെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ +2 വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെടുത്തു. തിരുവല്ല സ്വദേശി ജെറോ എബ്രഹാം സാബുവാണ് മരിച്ചത്. ഈരാറ്റുപേട്ടയിൽ നിന്നുമെത്തിയ മുങ്ങൽ വിദഗ്ധരുടെ സംഘം നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ശബരിമല നട ഇന്ന് രാത്രി അടയ്ക്കും. പമ്പ ഗണപതി ക്ഷേത്രത്തിൽ അഷ്ടബന്ധ കലശ പൂജകൾ പുരോഗമിക്കുന്നു. നാളെ രാവിലെ 10:15-നും 11-നും ഇടയിലുള്ള മുഹൂർത്തത്തിൽ അഷ്ടബന്ധ കലശം നടക്കും. വിശദാംശങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും ആകാശവാണി ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. പമ്പ ഗണപതി ക്ഷേത്രത്തിൽ ഇന്നലെ വൈകിട്ട് തുടങ്ങിയ അഷ്ടബന്ധ കലശ പൂജ ഇന്നും തുടരുന്നു. 18 വർഷങ്ങൾക്ക് ശേഷമാണ് പമ്പ ഗണപതി ക്ഷേത്രത്തിൽ അഷ്ടബന്ധ കലശം പൂജ നടക്കുന്നത്. നാളെ രാവിലെ 10:15-നും 11-നും ഇടയിലുള്ള മുഹൂർത്തത്തിൽ അഷ്ടബന്ധ കലശം നടക്കും. നാളെ ഗണപതി ഹോമം, കലശത്തിങ്കൽ ഉഷപൂജ, മരപ്പാണി, അഷ്ടബന്ധ ലേപനം, ബ്രഹ്മകലശാഭിഷേകം, പരികലശാഭിഷേകം, പ്രസന്ന പൂജ തുടങ്ങിയ ചടങ്ങുകളാണ് ഉള്ളത്. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ പ്രധാന ചടങ്ങായ ഇളനീരാട്ടം ഇന്നലെ അർദ്ധരാത്രിയോടെ ആരംഭിച്ചു. ഉഷ കാമ്പ്രം പ്രവീൺ നമ്പൂതിരിയാണ് ആദ്യം അഭിഷേകം നടത്തിയത്. ഇന്ന് രാവിലെ വരെ ഇളനീരഭിഷേകം തുടർന്നു. അഭിഷേകം ചെയ്ത ഇളനീരുകൾ ഭക്തർക്ക് പ്രസാദമായി നൽകും. ഇന്ത്യയ്ക്കെതിരായ 1-ാം ക്രിക്കറ്റ് ടെസ്റ്റിനുള്ള ഇംഗ്ലണ്ട് ടീമിനെ പ്രഖ്യാപിച്ചു. ബെൻ സ്റ്റോക്സ് നയിക്കുന്ന ടീമിൽ ജാമി സ്മിത്താണ് വിക്കറ്റ് കീപ്പർ. സാക് ക്രോളിയും ബെൻ ഡെക്കറ്റും ഓപ്പൺ ചെയ്യും. പേസർ ക്രിസ് വോക്സ് ടീമിൽ തിരിച്ചെത്തി. പാലക്കാട് മുണ്ടൂരിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. ഞാറക്കോട് സ്വദേശി കുമാരനാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ വീടിന് പുറത്തിറങ്ങിയ കുമാരനെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. കഴിഞ്ഞ ഏപ്രിലിലും മുണ്ടൂരിൽ ഒരാൾ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. കണ്ണൂർ തളിപ്പറമ്പിൽ 60,000 രൂപ വിലമതിക്കുന്ന 39 ഗ്രാം MDMA-യുമായി ഒരാൾ അറസ്റ്റിൽ. കോഴിക്കോട് വാണിമേൽ സ്വദേശി P. ഹഫീസാണ് ലഹരിവിരുദ്ധ സേനയുടെ പിടിയിലായത്. ബംഗളൂരുവിൽ നിന്ന് മയക്കുമരുന്ന് വാങ്ങി തളിപ്പറമ്പിലെ സബ് ഏജന്റുമാർക്ക് വിൽപ്പന നടത്താൻ എത്തിയതാണെന്ന് ഇയാൾ ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കിയതായി പോലീസ് അറിയിച്ചു. കോഴിക്കോട് കൊയിലാണ്ടിയിൽ വാഷിംഗ് മെഷീന് തീപിടിച്ചു. പൂക്കാട് സ്വദേശി അഷറഫിന്റെ വീട്ടിലാണ് സംഭവം. അഗ്നിരക്ഷാസേനയെത്തി തീയണച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിന് കാരണമെന്നാണ് നിഗമനം. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. പ്രമുഖ സ്ഥാനാർത്ഥികൾ വോട്ട് രേഖപ്പെടുത്തി. പോളിംഗ് ശതമാനത്തിൽ കണ്ണുനട്ട മുന്നണികൾ. ഗ്രന്ഥശാല പ്രസ്ഥാനം ലോകത്തിന് മാതൃകയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വായനയിലൂടെ മാത്രമേ ലോകത്തെ വിശാലമായി വീക്ഷിക്കാനും സന്തോഷവും സമാധാനവും കൈവരിക്കാനും സാധിക്കൂവെന്നും മുഖ്യമന്ത്രി. ജില്ലാ അടിസ്ഥാനത്തിൽ സ്കൂൾ പഠന മികവ് വിലയിരുത്തുന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ സൂചികയിൽ കേരളത്തിന് നേട്ടം. ഇറാനിലെ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കുന്നതിനുള്ള ഓപ്പറേഷൻ സിന്ധു തുടരും. തിരികെ എത്തിക്കണമെന്നാവശ്യപ്പെട്ടുള്ള 350-ലധികം അഭ്യർത്ഥനകൾ ലഭിച്ചിട്ടുണ്ടെന്ന് വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യയ്ക്കെതിരെ നാളെ ആരംഭിക്കുന്ന 1-ാം ക്രിക്കറ്റ് ടെസ്റ്റിനുള്ള ഇംഗ്ലണ്ട് ടീമിനെ പ്രഖ്യാപിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.